പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ പരിമിതികൾ പരസ്യമാക്കി നോട്ടീസ് പതിച്ച സംഭവത്തിൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുമെന്ന് സൂചന വരുന്നു. നോട്ടീസ് പതിച്ചത് അച്ചടക്ക ലംഘനമെന്നാണ് ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കോന്നി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ഇതിനകം റിപ്പോർട്ട് തേടിക്കഴിഞ്ഞുവെന്നും വിവരം ലഭിക്കുന്നു. ഷിജോ കുര്യൻ ഈ വാർത്തയുടെ അപ്ഡേഷനുമായി ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, അമർഷം അതിര് കടന്നപ്പോൾ ചെയ്തതാണോ അദ്ദേഹം? പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ അമർഷം അതിര് കടന്നാൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ആരോഗ്യവകുപ്പിലെ ചില ജീവനക്കാർ തന്നെ ചോദിക്കുന്നുണ്ട്. തീർത്തും അസാധാരണമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് കോന്നി മെഡിക്കൽ കോളേജിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും മുൻപ് അറിയാവുന്നതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഈ പറയുന്ന യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് തിരക്കൽ ചില തുറന്നുപറച്ചിൽ നടത്തിയപ്പോൾ അത് ആരോഗ്യവകുപ്പിനെ വലിയ തരത്തിൽ വിട്ടിലാക്കുകയും ആരോഗ്യവകുപ്പ് ഡോക്ടർ ഹാരിസ് തിരക്കലിൽ നിന്ന് ഒരു വിശദീകരണം ചോദിക്കുകയും നടപടിയെടുക്കാതെ പിന്നീട് ആ വിവാദമൊക്കെ അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കടന്ന കൈ ചെയ്തൊരു പ്രവൃത്തിയാണ് ഇവിടെ കോന്നി മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് ചെയ്തത്. അദ്ദേഹം ചെയ്തത് ജനറൽ സർജറി വിഭാഗം OPക്ക് സമീപം ഒരു 8 കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് പതിക്കുകയാണ് ചെയ്തത്. സമ്മതപത്രം എന്ന പേരിൽ ഒരു നോട്ടീസ് പതിക്കുന്നു. ആ നോട്ടീസ് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന രോഗികൾ അവർ മരണത്തിലേക്ക് പോകും, ഇവിടെ വന്ന് ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ രോഗി മരിച്ചു പോകും എന്നുള്ളതായിരുന്നു ആ 8 കാര്യങ്ങളുടെയും ഒരു സാരാംശം. അങ്ങനെ രോഗികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. അതിന് ആശുപത്രിക്കും ഡോക്ടർക്കും യാതൊരു വിധത്തിലുമുള്ള ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈ കഴുകുന്ന രീതിയിൽ ആരോഗ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനൊരു നോട്ടീസ് പതിച്ചത്. അത് തീർത്തും സർവീസ് അച്ചടക്ക ലംഘനമാണ്. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഡോക്ടർ ശിവപ്രസാദ് സ്വീകരിച്ചത്. അതായത് ഇവിടുത്തെ സർജറി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ശിവപ്രസാദ് സ്വീകരിച്ചത് സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ DME കോന്നി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഷാജിയോട് ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വിശദീകരണം നൽകണം. അതിനുശേഷമായിരിക്കും ഈ വിശദീകരണത്തിന്മേൽ ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക. ഒരുപക്ഷേ ഇതിനകത്ത് എന്ത് കാരണം കൊണ്ട് ഇങ്ങനൊരു നോട്ടീസ് പതിച്ചുവെന്ന് ശിവപ്രസാദ് വിശദീകരിക്കേണ്ടി വരും. അത് തൃപ്തികരമല്ല എങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. കഴിഞ്ഞ വർഷം സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തിയതിന് നടപടി നേരിട്ടയാളാണ് ഡോക്ടർ ശിവപ്രസാദ്. അതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വീണ ജോർജ് ഇന്നലെ പറയുകയും ചെയ്തിരുന്നു. അതിനും അപ്പുറത്തേക്ക് താൻ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം ഇന്നലെയും ഡോക്ടർ ശിവപ്രസാദ് അതിനുശേഷം സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു. അതിനകത്ത് താൻ ഉറച്ചു നിൽക്കുകയാണ്, നിങ്ങൾക്ക് കോന്നി മെഡിക്കൽ കോളേജിൽ വന്നാൽ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് ഇതിനകത്ത് എടുത്തുകാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് രോഗികളുടെ മേൽ പൂർണ്ണമായിട്ടും ഇവിടുത്തെ അസൗകര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ രോഗികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള രീതിയിലേക്ക് ധ്വനി വന്നുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന് അതിനകത്തൊരു അമർശമുള്ളത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.